നമുക്ക് എത്ര വാട്ടർ വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബിഫോർ ദാറ്റ് നമ്മൾ പറഞ്ഞു വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് നമുക്ക് 0.4 to 0.6 ഇടയ്ക്ക് വരണ്ട. വാട്ടർ എങ്ങനെ കിട്ടും? സിമെൻറ്റ് ഇൻറ്റു 0.45. സിമെൻറ്റിൻ്റെ എത്ര ആണ്? 0.45 ഇൻറ്റു 554. അപ്പം നമുക്ക് വാട്ടറിൻ്റെ വെയിറ്റ് എത്ര കിട്ടി ഇൻ കിലോഗ്രാം? സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മിക്സ് തരും, അതായത് ഇപ്പോൾ M25 തന്നു കഴിഞ്ഞാൽ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എൻട്രിയിൽ PWD ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിമി ബേസ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം തന്നെയുണ്ട്. സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ ടെക്നിക്കൽ ഏത് ബ്രാഞ്ച് ആണെങ്കിലും നിങ്ങൾക്ക് ആ ബ്രാഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിനെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ആൻസർ കീ, അതുപോലെ തന്നെ കട്ട് ഓഫ് എല്ലാം നമുക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മിക്സ് തരും, അതായത് ഇപ്പോൾ M25 തന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ എത്ര വേണം, വെള്ളം എത്ര വേണം. അത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സിമെൻറ്റിൻ്റെ ബാഗ് എത്ര ബാഗ് വേണം, അതൊക്കെ വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ്. നമ്മളത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് എത്ര വാട്ടർ വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് M25 ഗ്രേഡാണ്. M25 ആകുമ്പോൾ നമ്മുടെ പ്രപ്പോർഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് 1:1:2 ആണ് അല്ലേ? 1:1:2 ആണ് നമ്മുടെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് IS 456-2000 എടുത്തു കഴിഞ്ഞാൽ ടേബിൾ 5 ഉണ്ട്. ടേബിൾ 5-കകത്ത് ഓരോ ഗ്രേഡിനും വേണ്ട വാട്ടർ സിമെൻറ്റ് റേഷ്യോ അറിയാൻ പറ്റും. സോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.4 to 0.6 ആണ് നമ്മൾ നോർമലി M25 കൊടുക്കുക ഫ്രം ദാറ്റ് ടേബിൾ. ഓക്കെ, അപ്പോൾ 0.4-നും 0.6-നും ഇടയ്ക്ക് ഒരു വാല്യൂ നിങ്ങളങ്ങ് ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിന് അപ്രോക്സിമേറ്റ്ലി ആയിരിക്കും ഓപ്ഷൻസ് ഒക്കെ കിടക്കുന്നത്, അത് പേടിക്കേണ്ട. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെറ്റ് ടു ഡ്രൈ കൺവേർഷൻ ഫാക്ടർ കോൺക്രീറ്റിൻ്റെ 1.54 മീറ്റർ ക്യൂബാണ് ഒരു മീറ്റർ. നമുക്ക് എത്ര വാട്ടർ വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബിഫോർ ദാറ്റ് നമ്മൾ പറഞ്ഞു വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് നമുക്ക് 0.4 to 0.6 ഇടയ്ക്ക് വരണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം വാട്ടർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഐ ആം ഫൈൻഡിങ് ദ എമൗണ്ട് ഓഫ് സിമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയാണ്. സിമെൻറ്റ് 1 ആണ്, 1:1:2 ആണ്. 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രപ്പോർഷൻ എത്രയാണ്? 4 ഇൻറ്റു നമ്മുടെ ഡ്രൈ കൺവേർഷൻ ഫാക്ടർ 1.54 ഇൻറ്റു എന്ത് ചെയ്യണം? 1440. ഇവിടെ ഞാൻ 1440 ചെയ്തിട്ടില്ല. ഇവിടെ സിമെൻറ്റ് 0.385 മീറ്റർ ക്യൂബ് എന്നേ കിട്ടിയിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പിലാണ് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലായിട്ട് കിടക്കാം. 0.385 ഇൻറ്റു 1440 എന്നുള്ളത് ഒരൊറ്റ സ്റ്റെപ്പായിട്ട് എഴുതി എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ 1:1:2 അല്ലേ? സോ 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1440 ഇൻറ്റു 1.54 ഞാൻ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? സിമെൻറ്റിൻ്റെ വെയിറ്റ് 554.4 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.4 to 0.6 ഇടയ്ക്ക് 0.45 ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം, വാട്ടർ ബൈ സിമെൻറ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇനി സിമെൻറ്റിൻ്റെ വെയിറ്റ് നമുക്കറിയാം 554 എന്ന് കിട്ടി. യു ക്യാൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് വാട്ടർ അല്ലേ? വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെ കിട്ടും? സിമെൻറ്റ് ഇൻറ്റു 0.45. സിമെൻറ്റിൻ്റെ എത്രയാണ്? 0.45 ഇൻറ്റു 554. അപ്പം നമുക്ക് വാട്ടറിൻ്റെ വെയിറ്റ് എത്ര കിട്ടി ഇൻ കിലോഗ്രാം? 249.48. ഇത്രയും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? IS 456-ൽ നിന്ന് 0.4-നും 0.6-നും ഇടയ്ക്ക് 0.45 എന്ന് പറഞ്ഞാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എടുത്തു. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വാട്ടർ ബൈ സിമെൻറ്റിൻ്റെ റേഷ്യോ ആണ്. സോ സിമെൻറ്റ് എത്ര വേണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രപ്പോർഷൻ എടുത്ത് 1/4 ഇൻറ്റു 1440 ഇൻറ്റു നമ്മുടെ കൺവേർഷൻ ഫാക്ടർ 1.54 കൊടുത്തു. ആൻഡ് യു ഗോട്ട് വാല്യൂ ആസ് 554.4 കിലോഗ്രാം എന്ന് കിട്ടി. ഇതാണ് വാട്ടർ ബൈ സിമെൻറ്റിൻ്റെ വാല്യൂ. സോ ഇതിൽ നിന്ന് വാട്ടറിൻ്റെ വെയിറ്റ് നമുക്ക് എന്ത് കിട്ടും? 0.45 ഇൻറ്റു സിമെൻറ്റിൻ്റെ വെയിറ്റ്. ഓക്കെ, സോ വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് അല്ല വേണ്ട, ഇൻ ലിറ്റേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വഴി നമുക്ക് വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലായി എന്താണ് നമുക്ക് ഒരു ബാഗ് സിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര വാട്ടർ ലിറ്റേഴ്സിൽ വേണം എന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ബാഗ് ഓഫ് സിമെൻറ്റിന് എത്ര ലിറ്റർ ഓഫ് വാട്ടർ വേണം ഫോർ ദിസ് പ്രപ്പോർഷൻ എന്നാണ് M20 എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെ വെയിറ്റ് എത്ര കിട്ടി? സിമെൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടി 554 എന്ന് കിട്ടിയില്ലേ? 554 കിലോ കിട്ടി. ഓക്കെ, അതിന് എത്ര വാട്ടർ ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. എത്രയാണ്?
ഇറ്റ് ഇസ് 249.48 അല്ലേ, സോറി, നമുക്ക് 249.48 എന്ന് പറയുന്ന വാട്ടറിൻ്റെയാണ് 249.48. അതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. അതായത് നമുക്ക് 554 കിലോ സിമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട വാട്ടറാണ് നമുക്ക് എത്ര കിട്ടി, 249.4 അല്ലേ, 249.4. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ബാഗ്, അതായത് 50 കിലോയ്ക്ക് എത്ര വാട്ടർ ആണെന്നാണ് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു ഒരു ബാഗ് സിമെൻറ്റിന് എത്ര വാട്ടറാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ഇത്ര ഒന്നുകൂടെ പറയാം. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫിക്സ് ചെയ്ത് നമ്മൾ സിമെൻറ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി 554.4 കിലോയ്ക്കാണ് നമുക്ക് വാട്ടർ 249 സംതിങ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ബാഗ് സിമെൻറ്റ്, അതായത് 50 കിലോയ്ക്ക് എത്ര വാട്ടർ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. 249.48 ഡിവൈഡഡ് ബൈ എത്ര, ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 554.4 വരും. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടും, വാട്ടർ വാല്യൂ കിട്ടും, വാട്ടറിന് എത്രയാണെന്നുള്ളത് കിട്ടും. സോ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 22.5 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കിലോഗ്രാമിലല്ല എഗെയിൻ വേണ്ടത്, അതായത് 22.5 കിലോഗ്രാമാണ് ഒരു ബാഗ് സിമെൻറ്റ് വാട്ടറിൻ്റെ വെയിറ്റ് വേണ്ട. വി വോണ്ട് ഇറ്റ് ഇൻ ലിറ്റേഴ്സിലാണ് വേണ്ടത്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, നമുക്ക് വോളിയത്തിലാണ്, ലിറ്റേഴ്സിലാണ് വേണ്ടത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ എത്രയാണ്, 1000 ആണ്. ഇസ് ഈക്വൽ ടു മാസ് എത്രയാണ്, 22.5 ആണ്, ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, സോ യു ക്യാൻ ഗെറ്റ് ദ വോളിയം ഇതിൽ നിന്ന് കിട്ടും. വോളിയം ഇസ് ഈക്വൽ ടു എന്ത് വരും, 22.5 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, 22.5 ഡിവൈഡ് ബൈ 1000. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 0.0225 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ അതിനെ ലിറ്റേഴ്സിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, ഇൻറ്റു 1000 ചെയ്യണം, അതായത് 22.5 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഗ്രേഡ് നമുക്കറിയാം, വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ ഫിക്സ് ചെയ്യുന്നു 0.45 എന്ന്. പിന്നെ നമ്മൾ അതിന് ശേഷം അത് നമ്മുടെ ടേബിൾ നോക്കിയിട്ട് IS 456ൻ്റെ ടേബിൾ നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വെയിറ്റ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നു. വെയിറ്റ് ഓഫ് സിമെൻറ്റ് ബൈ വാട്ടർ ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അതിൽ നിന്ന് വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടും. വാട്ടറിൻ്റെ വെയിറ്റ് ഇൻ കിലോഗ്രാമാണ് നമുക്ക് കിട്ടുക. സോ കിലോഗ്രാമിൽ പോരാ, നമുക്ക് ഇൻ ലിറ്റേഴ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് 500 സംതിങ് ആ വെയിറ്റ് ഓഫ് സിമെൻറ്റിനാണ് ഇത്രയും വാട്ടർ എന്ന് കിട്ടി. അപ്പോൾ ഒരു ബാഗ് സിമെൻറ്റ് അല്ലെങ്കിൽ 50 കിലോയ്ക്ക് എത്ര വാട്ടർ ഇൻ കിലോഗ്രാം എന്ന് കണ്ടുപിടിക്കാം. ഈ കിലോഗ്രാമിനെ ലിറ്ററിലേക്ക് മാറ്റാനായിട്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയത്തിലാണ് നമുക്ക് വേണ്ടത്. സോ എന്ത് ചെയ്യുക, മാസ് ബൈ ഡെൻസിറ്റി, അതായത് 22.5 ഡിവൈഡ് ബൈ 1000 ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇൻ മീറ്റർ ക്യൂബ്, ലിറ്റേഴ്സിലേക്ക് മാറ്റാനായിട്ട് ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, യു വിൽ ഗെറ്റ് ദ വാട്ടർ അല്ലെങ്കിൽ പെർ ബാഗ് ഓഫ് സിമെൻറ്റ് അല്ലെ 50 കിലോഗ്രാമിന് 22.5 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ വാട്ടറിൻ്റെ കാൽക്കുലേഷൻ ഇനി ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി കൂടുതൽ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി ആപ്പിൽ ഒബിയസ്ലി ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3യുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഗ്രേഡ് 2, ഗ്രേഡ് 3 ക്ലാസ്സസ് കംപ്ലീറ്റ്ലി നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.